നിരാശയുടെ കാര്യം പറഞ്ഞപ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഒരു പ്രത്യാശയുള്ളത്. എങ്ങനെ വിശ്വസിക്കുന്നു? ദൈവം എന്തെങ്കിലും നമുക്ക് നന്മ ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് നല്ലതേ വരുത്തുള്ളൂ. ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കനിവാണ്. അതുപോലെ എനിക്ക് നന്മ ചെയ്യാൻ ദൈവത്തിന് അറിയാം. ഏറ്റവും നല്ലതേ എനിക്ക് തരൂ എന്നുള്ള ഉറച്ച വിശ്വാസവും പ്രത്യാശയും ഉള്ളത് കൊണ്ടാണ് ചില ആളുകൾക്ക് നിരാശയില്ലാത്തത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിൽ കഠിനമായിട്ട് വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ അവർക്ക് കിട്ടി, ഇവർക്ക് കിട്ടി, മറ്റവർക്ക് കിട്ടി അങ്ങനെ പറയുമ്പോഴേ അവർ നിരാശപ്പെടുന്നില്ല. കാരണം എന്താ? അവർക്ക് ഉറപ്പുണ്ട് ദൈവം ഏറ്റവും നല്ലത് അവർക്കേ തരുള്ളൂ. നിങ്ങൾക്കറിയാം, ഒരു പൂന്തോട്ടത്തിൽ രാവിലെ എണീറ്റിട്ട് പൂവ് അന്വേഷിച്ച് നടന്ന ഒരു കുട്ടിക്ക് ഒറ്റ പൂ പോലും കിട്ടിയില്ല. എല്ലാവരും പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടിക്ക് വേണ്ടി ആ തോട്ടത്തിലുണ്ടായ ഏറ്റവും ഭംഗിയുള്ള റോസാപ്പൂവ് എല്ലാവരും എണീക്കണേക്കാളും മുന്നേ ഒരാൾ പറിച്ചു വെച്ചിരുന്നു.